ന്നോ സുഖായിട്ടിരിക്കുന്നോ? അൽഹംദുലില്ലാ. പെട്ടെന്നൊരു ഷോക്ക് ലൈവില് ചേർത്തപ്പോ. ഇത്താത്ത സുഖായിട്ടിരിക്കുന്നോ? സുഖായിട്ടിരിക്കുന്നു. അവിടെ എല്ലാരും സേഫ്? അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല, എല്ലാരും സേഫാ. ആഹാ. എന്താ ചെയ്യുന്ന, പഠിക്കണോ? ഞാൻ BSc ഫാഷൻ ടെക്നോളജി. മാഷാ അല്ലാ. അപ്പൊ ക്ലാസ് ഒക്കെ ഓൺലൈൻ? എല്ലാം ഓൺലൈനാ. ഓക്കെ. എവിടെയാണ് നാട്ടില്? പിന്നെ ഇത്താത്ത എങ്ങനെ? കൊല്ലം പത്തനാപുരം. പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ, എന്തൊക്കെയുണ്ട് വർത്താനം? ഇവിടെ സെയിം. ലോക്ക്ഡൌൺ ആണ്, കുഴപ്പമില്ല. ഒരുപാട് ഇളവുകളുണ്ട്. മോർണിംഗ് ഈവനിങ് ഒക്കെ പുറത്ത് പോകാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം വർക്ക്ഔട്ട്സ്. വർക്കൗട്ടിനൊക്കെ പോവാൻ. യെസ്, വർക്ക്ഔട്ട്സ് തുടങ്ങി. പിന്നെ എന്തൊക്കെയാ വർത്താനം? എനിക്കിപ്പോഴാ ഷോക്ക് മാറിയില്ല. ഞാൻ ആഡ് ചെയ്യുമെന്ന്. ആഡ് ചെയ്യാൻ. ഹലോ. അയ്യോ, കട്ടായി. ഇനി ആരെയാണ്? സജീർ, വലൈക്കും സ്ലാം. സജീർ മനയിൽ. അച്ചു, അഹല്യ, ജുസൈർ, ചിന്നു. എന്നെ കാണുന്നല്ലേ? ഒന്ന് ആഡ് ചെയ്യോ? ആഡ് ചെയ്യാലോ? ഞാൻ വടകര ഓർക്കാട്ടേരി, നാദാപുരത്തിന്റെ അടുത്ത്. ഹലോ. അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. കാസർഗോഡാണോ? ആ. വലൈക്കും സ്ലാം. കാസർഗോഡ്. കാസർഗോഡ്. ശേഷം നല്ലതാ. ഡിംപിളിനൊക്കെ കോണ്ടാക്ട് ചെയ്യാറില്ലേ? ഇല്ല, കോണ്ടാക്ട് ഇല്ല. ഹലോ. അവിടെ വന്നാ ശരിയെന്നാ. ലിറ്റിൽ ക്വീനെ ആഡ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഞാൻ ആർക്കും വോട്ട് ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ അടുത്ത് വോട്ട് ആർക്ക് ചെയ്യണം എന്ന് ചോദിച്ചവരോട് അസ്സലാമലൈക്കും മജുസീത്ത. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. സുഖാണോ മജുസീത്ത? ആഹാ. എവിടുന്നാണ്? ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നെ ആടാക്കൂന്ന്. ഒരുപാട് വട്ടം ലൈവിൽ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മാക്സിമം എന്താ പറയാ ലിസ്റ്റില്. അപ്പൊ എനിക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ യുനോ സുഖാണോ? സുഖമായിട്ടിരിക്കുന്നത്. എന്റെ മോനാണ്. ഹായ് പറ, ഹായ് പറ. ഹായ് ഹായ് വാവരെ. ആന്റി. ആന്റി. ഇത്താടെ വീട് എവിടെയാ? ഞാന് വടകര, കോഴിക്കോട് ജില്ല. കോഴിക്കോട്. ഞാൻ ട്രിവാൻഡ്രം. ഏകദേശം എല്ലാരും എന്തോ ഇത്താ? അവിടെയാണല്ലോ ലക്ഷ്മിയൊക്കെ, ട്രിവാൻഡ്രം ആണല്ലോ. ലക്ഷ്മി ചേച്ചി ഇല്ലേ? അതെന്റെ ഹസ്ബൻഡിന്റെ വീടിന്റെ അടുത്താണെന്നാണ് പറഞ്ഞത്. കണ്ടിട്ടില്ല ഇതുവരെ അവിടെ.
ഹസ്ബൻഡിന്റെ വീട് ട്രിവാൻഡ്രമാണ്. ആ, അവരൊക്കെ അവിടെ ഉണ്ട്. ആരുടെ? സന്ധ്യ ചേച്ചി. സന്ധി ചേച്ചിയുടെ അല്ലേ? ഡിംബുമായിട്ട് കോണ്ടാക്ട് ചെയ്ത മത്സീത്ത? ഇല്ല, കോണ്ടാക്ട് ഇല്ല. വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? ഗ്രേറ്റ്. സേഫ് ആണല്ലോ അല്ലേ എല്ലാവരും? ഇപ്പം അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആദ്യം ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് വന്ന പാടൊക്കെ ഇവിടെ ഭയങ്കര കേസസ് ആയിരുന്നു. ഇപ്പൊ ഇവിടെ അടച്ചു, അങ്ങനത്തെ സീനൊക്കെ ആയിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ഒരുപാട് ലോക്ക്ഡൌൺ ഇളവുകളൊക്കെ വന്നിട്ടുണ്ട്. ഹാപ്പി, സേഫ് ആയിരിക്കുന്നു. ലോക്ക്ഡൌൺ തീരുമ്പോ വീണ്ടും വീണ്ടും ലോക്കായി വരേന് ഇവിടെ എല്ലാം. അതുകൊണ്ട് പുറത്തിറങ്ങാൻ വഴിയില്ല. ഉമ്മ മജിസിയെത്ത ബിഗ് ബോസിലുള്ള പറ ഹലോ പറ കാണിക്കാറ് പറ ഒക്കെയാണോ കയ്യില് പഴം? വലൈക്കും സലാം. വേറെന്താ വിശേഷം? വിശേഷം സുഖമായിട്ടിരിക്കും. കല്യാണം എന്തെങ്കിലും? എന്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ വീട് പണി കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ പ്ലാൻ ചെയ്യാം. ഞങ്ങളൊക്കെ വിളിക്കോ? തീർച്ചയായിട്ടും എല്ലാരും വിളിക്കും. ഇങ്ങനെ പോവാൻ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ അറിയില്ല എത്രത്തോളം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അതെ. അതെ. ഉമ്മയൊക്കെ എന്തെയ്യുന്നു മത്സ്യത്ത? വീട്ടിലുണ്ട്. എല്ലാരും സുഖമായിട്ടിരിക്കും. എല്ലാരും വീട്ടിലുണ്ട്. ശരി, ഒരുപാട് സന്തോഷം. ആടാക്കിയും. ശരി. വലൈക്കും സലാം സുഹൈൽ. ഡെവിൽ ഗേൾ ഇൻഷാല്ലാ ആഡ് ചെയ്യാം കേട്ടോ. ഹലോ, അസ്സലാമലൈക്കും. വലൈക്കും സലാം. സുഖാണോ? സുഖാണ്. എന്തൊക്കെ വിശേഷം? ഹലോ, നെറ്റ്വർക്ക് ഇല്ലേ? മിസ്റ്റർ കിച്ചു ഹലോ. സൂര്യ മേനോൻ ഫാൻ ഗേൾ ഹായ്. പുളിക്കൽ ഷെരീഫ് ഹായ്. കോയൽ പന്ത് കളി ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കോയൽ പന്തൊക്കെ. ജാക്ക് ഹായ്. ഷാൻ ജീഷാൻ വലൈക്കും സലാം. ഗുരുസ്വാമി ലവ് യു ടു. നാദ്യ ഹായ്. അൽഫിയ ഹലോ. ഡെവിൽ ഗേൾ ഹായ്. സാക്ക് അജ്മൽ ഹായ്. ശ്രീനാഥ് ഹായ്. ഷംസുദ്ദീൻ ഹായ്. റാഹിന ഓക്കെ. റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് റാഹിന, പ്ലീസ് ആക്സെപ്റ്റ്. സാക്ക് കോളനി ഹബീബ ഹലോ. ഗോരി അസ്ലം നൈസ്. ഷമ്മാസ് എന്നെ ആഡ് ബാബി ഇൻഷാല്ലാ ആഡ് ചെയ്യാം കേട്ടോ. ഷമ്മാസ് ഹായ് മധുസേന്തി. ഹായ്.
സുഖാണോ? ഹലോ ഹലോ. Mohammed Mizra, hello. Rizwan, hi. Happy girl, hi. Hello. Hello, Lubna, hello. ലുബിന ഓടി. ഇനി ആരുള്ളത്? ആർക്കിനി ജോയിൻ ചെയ്യേണ്ടത്? സാഹിൽ ഹായ്. അലി റാന്ത് വാലിക്കും സലാം. ഇഷ ക്വിച്ച് ഹായ്. സഫു സുഖാണ്. മമ്മൂട്ടി ഹലോ. നമ്മുടെ മമ്മൂട്ടി അല്ലല്ലോ. പ്ലീസ് ആഡ് ചേച്ചി. ജഹാൻ ജഹാൻ ജാൻ. ഓക്കെ. ഹലോ. ഹലോ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ടോ? സംസാരിച്ചിട്ടുണ്ട്. ഡെയിലി നോക്ക് എപ്പോഴാ ലൈവില് വരുന്നേന്ന്. ഞാൻ ഇന്ന് വിചാരിച്ചല്ല, കൊറേ നേരം വായിരുന്നു. എന്താ ഈ സുഖം തന്നെയാ? സുഖമായിട്ടിരിക്കും. പിന്നെന്താണ് കാസർഗോഡ് വർത്താനം? ഉണ്ട്, ഇങ്ങനെ പോന്ന്. നിങ്ങളെവിടെയാ ഉള്ള? വീട്ടില്. വീട്ടിലുണ്ടാ? മുമ്പ് സംസാരിച്ചപ്പോ എനിക്ക് സംസാരിക്കാനേ കഴിഞ്ഞില്ല, പേടിച്ചിട്ട്. മനസ്സിലായി, എനിക്ക് നല്ല ഓർമ്മയുണ്ട് നമ്മൾ സംസാരിച്ചു. അനിയത്തി ഉണ്ടായിരുന്നു, ഇപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടിലാ. പിന്നെ കഴിച്ചോ? ഫുഡ് ഇല്ല, കഴിക്കാൻ പോന്നേ ഉള്ളൂ. നിങ്ങക്ക് ഫുഡെല്ലാം ആയാ? കഴിച്ചു. പിന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ വേറെന്താ വിശേഷം? ജഹാൻ, നൂർജഹാൻ എന്നാണ് പേര്? അല്ല, അതിന്റെ ബേബിയുടെ പേരാ ജഹാൻ. ഓക്കെ. ബേബി എന്ന് വെച്ചാൽ ഹസ്ബൻഡ് ആണോ? കുഞ്ഞ്. ബേബി. ഓക്കെ. ഞാൻ വിചാരിച്ചു കാസർഗോഡ്. അല്ല, എന്റെ കുഞ്ഞിന്റെ പേര്. ഓക്കെ. പാവന്റെ പേരല്ലേ? ഓക്കെ. പിന്നെ ഒന്നും പറയാനില്ലേ? വീട്ടില് ഉമ്മ, ഉപ്പ, ഞാന്, എനിക്കൊരു ബ്രദർ. കൊറേ ചോദിക്കണമെന്ന് വിചാരിച്ചത്, ഇപ്പൊ ഒന്നും പറയാം. ഇപ്പൊ എല്ലാം മറന്നുപോയി. ഇന്ന് ക്യൂട്ട് കാണുന്നുണ്ട് നിങ്ങളെ. അതിന്ന് നല്ല ഫിൽറ്റർ നല്ലതാണ്. ഞാനൊന്ന് യൂസ് ചെയ്തു. പിന്നെന്താ, ബിഗ് ബോസ് ഫൈനൽ ആയിക്കൊണ്ട് വന്നല്ലേ? ആർക്കാ വോട്ട് ചെയ്യുന്നേ? സ്പോട്ട് ആരാണ് വിന്നർന്ന്, അല്ലാതെ അതിന്റെ എക്സൈറ്റ്മെന്റും ക്യൂരിയോസിറ്റി ഒക്കെ പോവല്ലോ. അതെ, എനിക്ക് സായ ഇഷ്ടം. എനിക്കും ഇഷ്ടം. അതെ, സായ ഇഷ്ടം. പിന്നെന്താ, എന്താ അനൂപിനോ MKക്കോ കിട്ടട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഡോക്ടറാ നിങ്ങൾ? സ്റ്റുഡന്റ് ആണ്, ഫൈനൽ ഇയർ BDS മാഹി ഡെന്റൽ കോളേജിൽ.
ഒരു വീഡിയോ കണ്ടിരുന്നു, അതുകൊണ്ട് ചോദിച്ച. ആഹാ. ആ പിന്നെന്താ? പിന്നെന്താ നല്ല തന്നെ ഇങ്ങനെ. നിനക്ക് ഫുഡെല്ലാം കഴിച്ചാ? ഓ ഫുഡെല്ലാം കഴിച്ചാ? ഫുഡ് കഴിച്ചു, ഡിന്നർ കഴിച്ചു. ആ എന്താ രാത്രി എന്താ കഴിക്കാറ്? എനിക്ക് 4 മണി ചോറ് കിട്ടിയാലും ഞാൻ ഹാപ്പി. എനിക്ക് ചോറാണ് ഫേവറേറ്റ്. റൈസ്. പിന്നെ ഫുൾ നെയിം എന്താ? എന്റെ ഫുൾ നെയിം മജിസിയ ബാനു. ഉപ്പാന്റെ പേര് മജീദ്, ഉമ്മാന്റെ പേര് റസിയ. പിന്നെ അവരുടെ 2 പേരുടെയും പേര് ആഡ് ചെയ്തിട്ട് മജിസിയ. മജീദും റസിയയും മജിസിയ. അക്ഷയ, ലിപിൻ സുഖാണ്. ആന്റിക്ക് സുഖാണ്. റൈസ് ഇഷ്ടം. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചോറ്. ഈ ചിലരൊക്കെ ചോദിക്കും എന്താണ് ഡയറ്റ്, എന്താണ് ഈ കഴിക്കാറ്, ചപ്പാത്തിയാണോ? ചപ്പാത്തി ഒന്നും എനിക്ക് തിന്നാൽ ഉറക്കം വരൂല. എനിക്ക് ഉറക്കം വരണമെങ്കിൽ ചോറ് തന്നെ തിന്നണം. മോളെ ഉമ്മക്കും ഉപ്പക്കും സുഖാണ്. അൽഹംദുലില്ലാ സുഖാണ്. നൂനു. റാഹിം ഹായ്. റഹീം ഹായ്. ആര്യ ഹായ്. നിയാസ് ഹലോ. ഇത്താക്ക് ഇനി ആരും ആഡ് ചെയ്യേണ്ടത്? ആയ മുബീൻ വലൈക്കും സ്ലാം. അൻസാർ ഹായ്. ഇല്ല, ഫിനാലെ അന്ന് 6th ആയിരുന്നു പറഞ്ഞത്. പക്ഷെ ലോക്ക്ഡൌൺ നീട്ടിയല്ലോ 9th വരെ. അപ്പൊ ഇനിയിപ്പോ 9th കഴിഞ്ഞിട്ടായിരിക്കും ഏതെങ്കിലും ഒരു ദിവസം ഫിനാലെ ഉണ്ടാവുക. ഇതുവരെ നമ്മൾ ആരെയും ഒന്നും അറിയിച്ചിട്ടില്ല. എല്ലാരും വിളിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമ്മളും ഉണ്ടാവും. വീട്ടിലെല്ലാവർക്കും സുഖമാണ്. ആബിദ ഹായ്. ആബിജൻ എനിക്ക് താല്പര്യമില്ല. എന്താണ് ദരേഷ് മലയാളി? ഓക്കെ, താല്പര്യമില്ല. പ്ലീസ് ആഡ് വന്നാൽ ആഡ് ചെയ്യും. ബിൻസിയ, യെസ് ബിൻസിയ ആഡ് ചെയ്യാം. ഷഹാന ഷാഹുൽ വലൈക്കും. ഹലോ. ഇരുടാണല്ലോ, ലൈറ്റ് ഇടും മകളെ, ലൈറ്റ് ഇടും. അത് ഞാൻ കട്ട് ചെയ്യും. മര്യാദക്ക് ലൈറ്റ് ഇട്ടോ, അല്ലെങ്കിൽ പ്രശ്നമാണ്. അയ്യോ അങ്ങനെ പറയല്ലേ. ഞാനേ മാക്സിമം ഗേൾസിന് ആഡ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഗേൾസിന് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിക്കോട്ടെ, അവര് പബ്ലിക്കിലേക്ക് വരാൻ ഒന്നുകൂടെ ധൈര്യം കാണിക്കട്ടെ എന്നുള്ള ഒരു ഇതിലാണ് മാക്സിമം ഗേൾസിനെ അതിനാണ് എന്ത് ചെയ്യുന്നത്, ലൈക്ക് അപ്ലിഫ്റ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. ഇൻട്രസ്റ്റ് ഇല്ലാത്തല്ല, പക്ഷേ ആരെങ്കിലും കണ്ടാൽ ഇപ്പൊ എന്താ, വാ 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 മോളെ വാ. ഏതായാലും സംസാരിക്കാൻ പറ്റിയില്ലേ, താങ്ക്സ്. സന്തോഷുണ്ട്. ഞാൻ പോവാണ്. ഓക്കെ. ടാറ്റ. പെണ്ണുങ്ങളല്ല, ഞാൻ ബോയ്സിനെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ നേരത്തെ ആഡ് ചെയ്തല്ലോ. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാണ്. ലെറ്റ് ദം ഓൾസോ കം ഫോർവേഡ്. റേഹാൻ ഐ ലവ് യു ടു. ഹലോ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. സുഖാണോ? ആയിട്ടിരിക്കുന്നു. ഇത് ഏതാ നല്ലത്?
മൂക്കുത്തിയൊക്കെ കുത്തി ഒരു ഞാൻ ബാംഗ്ലൂർ അല്ല, ഇപ്പൊ നാട്ടിലാണ്. നാളെ ബാംഗ്ലൂർക്ക് പോകും. ഞാൻ എല്ലാ എപ്പിസോഡും കാണാറുണ്ട് കേട്ടോ. താങ്ക് യു. എല്ലാ എപ്പിസോഡും കണ്ടിട്ടുണ്ട്. നന്നായിട്ട് പ്ലേ ചെയ്തിരുന്നു. താങ്ക് യു. പിന്നെ ഞാൻ എപ്പോഴും ഇത്തയുടെ ലൈവുകൾ കാണാത്തതും അപ്പൊ വിചാരിക്കും ഞാനൊന്ന് റിക്വസ്റ്റ് അയച്ചാലോ. ഫുഡൊക്കെ കഴിച്ചോ? കഴിക്കുന്നു. പൊതുവെ ലേറ്റ്. ഓക്കെ. ഈ ഫുൾ ടൈം ഇങ്ങനെ തട്ടൊക്കെ എടുക്കുമ്പോ ചൂടെടുക്കില്ല? ഞാൻ തന്നെ ചൂടെടുത്തിട്ട്. അല്ല, ഞാൻ എന്റെ വീട്ടിൽ ഓക്കെ. ഞാനും മുസ്ലിം വന്നാട്ടോ. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം? വീട്ടിലെല്ലാരും സേഫ്, സുഖമല്ലേ എല്ലാവർക്കും? എല്ലാരോടും ഒരു അന്വേഷണം പറഞ്ഞേ കേട്ടോ. ഒരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ. ഇനി വേറെ ആരെങ്കിലും ആഡ് ചെയ്തോ? വേറെ ഏതെങ്കിലും കുട്ടികൾ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ പെൺകുട്ടികളെ തന്നെ ആഡ് ചെയ്തോട്ടോ. ഇല്ല, ഞാൻ ബാംഗ്ലൂർക്ക് പോവാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. പ്രിൻസി ചേച്ചി ലൈറ്റ് ഓഫ് ആക്കിട്ട് വരുന്നോ ലൈവില്? എല്ലാരും ഇപ്പൊ ആ കമന്റാ ചോദിക്കുന്നത്. ആരും കരയണ്ട, എല്ലാരും ആഡ് ചെയ്യാം. അജിത്, ബാനു, താലീഷ, സിറാജ്. ഹായ്. താങ്ക് യു. ഞാൻ വിചാരിച്ചില്ല. എന്തൊക്കെ വിശേഷം? സുഖം. ഇത്തക്ക് സുഖല്ലേ? പേരെന്താ? ഞാൻ ഇത്തയുടെ വലിയ ഫാനാട്ടോ. മോളുടെ പേരെന്താ? എന്റെ പേര് ഋതുവന്ത. എന്റെ അനിയനും ചേച്ചിന്റെ ഫാൻ, എന്റെ ഫാമിലി മൊത്തം ചേച്ചിന്റെ ഫാനാ. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. പിന്നെ ഇതൊക്കെ സേഫ് അല്ലേ? സേഫ് ആണ്, വീട്ടിലാണ്. മോൾ എത്രയല്ലേ പഠിക്കുന്നത്? ഞാൻ 8th. 8ാം ക്ലാസ്സില്. ഒരു സെക്കൻഡ്, എന്റെ അനിയനെ എന്താ വിളിച്ചാട്ടെ. ഹായ് പറയും. ഹായ്. How are you? Thank you, Ta. Good night. Good night. Take care. ഷഹാന ഷാഹുൽ പ്ലീസ് ആഡ്. ഒരുപാട്. ലിറ്റിൽ ഹിജാബി, പാത്തു, അജ്മൽ. ഹലോ. റേഞ്ചില്ലേ? റേഞ്ച് ഉണ്ട്. ഞാൻ പറഞ്ഞോളൂ. എവിടെന്നാ വിളിക്കുന്നേ? ഞാൻ വീട്ടിലാണ്. സുഖല്ലേ? സുഖമായിട്ടിരിക്കും. കൊറോണ ഒക്കെ എങ്ങനെയുണ്ട് അവിടെ? കുറവുണ്ട്, കുഴപ്പമില്ല. ഇപ്പൊ കൊറേ ഇളവ്. എല്ലാം ഓർമ്മയുണ്ട് എന്നെ. ഞാൻ എങ്ങനെ നോക്കുന്നത്? എയർപോർട്ടിൽ കണ്ടിട്ടുണ്ട്. ചെന്നൈ ആണോ? ഇവിടെ കൊച്ചി. ഞാൻ പറഞ്ഞില്ലേ, മെസ്സേജ് ചെയ്തില്ലേ? യെസ്, മനസ്സിലായി. ഞാൻ വരുന്ന സമയത്ത് അല്ലേ, ഞാൻ ബാഗേജസ് എടുക്കുമ്പോ. അതന്നെ. ഞാൻ അതാ നോക്കുന്നത്. നല്ല പരിചയം. ഞാനന്നേരം ഫോണിൽ കണ്ടങ്ങടെ നേരിട്ട് വന്നത് ചേച്ചിയുടെ അടുത്തോട്ടാണ്. പറഞ്ഞു, ജസ്റ്റ് കണ്ടേ ഉള്ളൂ. അതന്നെ, കണ്ടുള്ള അപ്പൊ തന്നെ നോക്കിയപ്പോ ചേച്ചി വന്നു. കണ്ടാറെന്തിട്ടാന്ന് വിചാരിച്ചപ്പോ ഇപ്പൊ തന്നെ മാത്രമേ ഉണ്ടല്ലേ. ഡ്യൂട്ടിയിലേക്കോ? ഇല്ല, എനിക്ക് മോർണിംഗ് ആയിരുന്നു. ഓക്കെ. സ്റ്റേ അവിടെ തന്നെയാണോ? എയർപോർട്ട്? എയർപോർട്ടിൽ തന്നെയാണ്.
പിന്നെ എന്തൊക്കെ പിന്നെ വിശേഷം? എന്തൊക്കെയുണ്ട്? നല്ലത് തന്നെ, സുഖം. ആഹാ. ബിഗ് ബോസ് ഒക്കെ ഇതായി പോയല്ലേ. അതെ അതെ. പല്ലൊത്തൊന്നും കാണാൻ പറ്റിയില്ല. ആഹാ. ഇപ്പൊ എവിടെയാണ്? വീട്ടിലാ? ആ ആ ആ. എവിടെ വീട് എവിടെയാണ്? മറന്നുപോയി. വടകര ഓർക്കാട്ടേരി. ആ ഓക്കെ ഓക്കെ. ഒരു പ്രാവശ്യം കൂടി കാണണമെന്നുണ്ടായിരുന്നു. അതിന് കൂടെ ആരായിരുന്നു ഉണ്ടായത്? ഉമ്മ? അല്ലല്ല, അതെന്റെ ഫ്രണ്ടാണ് ആയിഷ. ഫ്രണ്ടാണ്. അപ്പൊ പുള്ളി അവിടെ നിന്ന് തന്നെയാണോ? അല്ല, ഞാൻ ബിഗ് ബോസിൽ കേറുന്നതിന് മുമ്പേ ഞാൻ എന്റെ ഫ്രണ്ടിന് പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ തിരിച്ചു വരുമ്പം നിന്നെ കൂടെ കൂട്ടുന്നു. അങ്ങനെ അവളെ കൂട്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വരുത്തിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് കൂട്ടിട്ട് വന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചോ നിങ്ങള്? ഇല്ല, കഴിച്ചിട്ടില്ല. ആഹാ. പിന്നെ വേറെന്തൊക്കെയാ? വേറെ അങ്ങനെയൊക്കെ തന്നെ. വർക്കൗട്ടിന് വിടുമ്പോ ഇപ്പൊ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. അതെ. അപ്പൊ പഠിത്തമൊക്കെ ഓൺലൈൻ ആണ്. ഓൺലൈനാണ്. ഓക്കെ ഓക്കെ. ആടാക്കൊന്നും വിചാരിച്ചില്ല. എല്ലാ ഗേൾസിനെയുള്ള ആടാക്കണം. അല്ലല്ല, ഞാൻ ബോയ്സിനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ കുറെ ഗേൾസ് ഞാൻ എപ്പോഴും റിക്വസ്റ്റ് മീൻസ് അയക്കും, അപ്പോഴേക്ക് ഡിക്ലെയർ ചെയ്തിട്ട് പോകും. അപ്പൊ എനിക്ക് മനസ്സിലായി ഒരു പബ്ലിക്കിൽ വരാൻ വേണ്ടി ഒരു പേടിയുണ്ട് പൊതുവെ ഗേൾസിന്. അപ്പൊ ഐ തിങ്ക് നമ്മുടെ ലൈഫിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ അതിന് തരിക നല്ലൊരു അവസരമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ആരെങ്കിലും കണ്ടോ എയർപോർട്ടിൽ തിരിച്ചു വരുമ്പോ, ബിഗ് ബോസ് വരുമ്പോ? അന്നെല്ലാരും വന്നിട്ടുണ്ടായല്ല അവസാനം. ആ സമയത്ത് ഞാനന്ന് ഓഫായിരുന്നു. ഓഫായിരുന്നോ? അപ്പൊ എന്നെ കണ്ടിട്ടുണ്ടോ? ചേച്ചിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ചേച്ചിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. വേറെ ആരും കണ്ടില്ല. അന്ന് എനിക്ക് വാക്സിൻ അടിക്കാൻ പോയി. വാക്സിൻ അടിച്ച് കിടപ്പായി പോയി. വാക്സിൻ അടിച്ചാ? ഇല്ല 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 ഇല്ല, വാക്സിൻ ചെയ്തിട്ടില്ല. അന്നേരം ഒരു അന്ന് ഓഫായിരുന്നില്ല. എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കിടപ്പായി പോയി. ഒരു രക്ഷ ഉണ്ടായില്ല. സെക്കൻഡ് ഡോസ് ആണ് എടുത്തിരുന്നത്? ഇല്ലില്ല, ഫസ്റ്റ് ആണ്. അയ്യോ, കട്ടായോ? ഇതിൽ ഒരാള് പാട്ട് പാടാം ആഡ് ചെയ്യുമെന്ന് ചോദിച്ചല്ലോ. ഓ ഷുവർ. ഫാത്തി, യെസ്. അസ്സലാമു അലൈക്കും. ഹലോ, കേക്കുന്നില്ലല്ലോ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്തൊക്കെയുണ്ട് വിശേഷം? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നിങ്ങൾ ലൈവ് ഞാൻ കുറച്ചു നേരത്തെ കേൾക്കായിരുന്നു. മനസ്സിലായി. വാട്ട് എന്താണ് പറയാനുള്ളത് സ്റ്റേഷനെ പറ്റിയിട്ട്? നമ്മളിപ്പോ ലോക്ക്ഡൌൺ ആയിട്ട് ഇരിക്കുകയാണല്ലോ എല്ലാവരും. അപ്പൊ ഈ ലോക്ക്ഡൌണില് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല.
പിന്നെ അപ്പം കൊറേ കുട്ടികൾ ഇങ്ങനെ കോളേജിൽ പോകാൻ നെറ്റ്വർക്ക് ഒന്ന് ചെക്ക് ചെയ്യോ? അനീഷ് ഹായ്. ഹലോ ഹലോ. ഹായ്. ഹായ്. എവിടെ? ഇരുട്ടത്താണല്ലോ, കാണുന്നില്ലല്ലോ. ഇപ്പം കാണാവോ? ഇല്ല, ഇരുട്ടിലാണ്. നെറ്റ്വർക്ക് കുഴപ്പമായിരിക്കും, ഒരു മിനിറ്റ്. ഒരു ലിറ്റിൽ ഹിജാബി. ഞാൻ നോക്കട്ടെ ആരാ. പീറ്റർ, താങ്ക് യു സോ മച്ച്. ഡെഡ് പൂൾ അൽഹംദുലില്ല, ഐ എം ഓക്കെ. 12 Pro തരൂല. അസ്സലാമലൈക്കും. എവിടെ കാണും? ഇപ്പൊ കണ്ട കൊറേ നേരായി വന്നിട്ട്. മനസ്സിലായി. അനിയനാണ്. ഫുഡ് കഴിച്ചാ? ഫുഡ് കഴിച്ചു. സുഖാണാ? സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ സുഖാണോ? മാഷാഅല്ലാ സുഖം. എറണാകുളത്തേക്ക് വരാറുണ്ടാ? എറണാകുളത്ത് എവിടെയാ വീട്? ആലുവ. ആഹാ, ഓക്കെ. ഇൻഷാല്ലാ. ജിം ഇപ്പൊ ഫിറ്റ്നസ് ഒക്കെ ചെയ്യണില്ലേ? റീസ്റ്റാർട്ട് ചെയ്തു. മത്സരത്തിന് പോകണ്ട അപ്പൊ ഇനി? ഒന്നും ഓൾറെഡി സ്കെഡ്യൂൾഡ് അല്ല. ആ, ഞങ്ങൾ കാണാറുണ്ട്. താങ്ക് യു. ഹലോ, താങ്ക് യു. അസ്സലാമലൈക്കും. പോവാണോ? കൊറേ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലേ അക്സെപ്റ്റ് ചെയ്തത്. ലിറ്റിൽ ഹിജാബി. പേര് എന്തോരോ മെസ്സേജ് അയച്ച്. എന്ത് ക്യൂട്ടാ കാണാൻ. സത്യം. ഇപ്പൊ ഫൈനൽ ഇയർ പഠിക്കണല്ലേ? അല്ല, എന്താ പറയണ്ടെന്ന് അറിയില്ല. എന്താണ് പിന്നെ ഡ്രീം? എന്താണ് ഡ്രീം? ഞാൻ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു. ഇപ്പൊ ഫാഷൻ ഡിസൈനർ ആണ്. സ്വന്തമായിട്ടൊരു ബ്യൂട്ടിക്ക് ഇടണം. അതാണ്. ഡിപ്ലോമ ചെയ്ത് കംപ്ലീറ്റ് ആക്കണം. സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഫാമിലി? ആ, പിന്നെ പക്കാ സപ്പോർട്ട്. പിന്നെ ബ്രോ പറയുന്ന ടിക്കറ്റ് എടുത്തിട്ടുള്ള ബ്രോ രണ്ടാങ്ങളാരുണ്ട്. രണ്ടുപേരുണ്ടോ? ആ, ഞാൻ നടുക്കത്തെയാ. ഓക്കെ ഓക്കെ, ശരി. എന്നാ അസ്സലാമലൈക്കും. ഗുഡ്. സഹൽ, വാലേക്കും സലാം. ഹലോ. 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 ഹലോ, എവിടെ? കാണാനില്ലല്ലോ.
ഹലോ, റെഡിയായോ? അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ലൈവ് എന്താ ഇവിടെ ഒന്ന് എന്നൊന്ന് ആഡ് ആക്കാമോ? ഇറ്റ്സ് മീ റിയാസ്. ഷോ വടകര ഓർക്കാട്ടേരി ആണ് വീട്. എല്ലാരും ഓടാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഗേൾസിനുള്ള ഒരു പ്രശ്നം. എന്തൊക്കെയോ ഉണ്ടാവും മനസ്സിൽ, പക്ഷെ ചെയ്യാൻ പറ്റില്ല. ഹായ്, ഹായ്. സുഖമായിട്ടിരിക്കുന്നോ? ആഹാ. റിയാസ് എന്നാണ് പേര്. കാസർഗോഡാണ് വീട്. കൊല്ലമാണ്. എന്റെ ഹലോ കേൾക്കുന്നുണ്ടോ? കാസർഗോഡ് എവിടെയാണ് വീട്? കാസർഗോഡ് ജോലിയാണ്, മഞ്ചേശ്വരത്താണ്. വീട് കൊല്ലമാണ്. ഓക്കെ ഓക്കെ. കൊല്ലത്തല്ലേ നമ്മുടെ DSK ഒക്കെ വീട്? ഫിറോസ്. അത് ഞങ്ങളെ വീടിന്റെ അടുത്താണ്. ഞങ്ങള് പണ്ട് പോലെ അറിയുന്നതാണ്. ഓക്കെ. എന്നാലും ഇത്താടെ ബിഗ് ഫാനാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. നല്ല മുഖമെല്ലാം നല്ല ഇതായിട്ടുണ്ട് കേട്ടോ. നല്ല ഗ്ലാമർ ആയിട്ടുണ്ട് കാണാൻ. നല്ല രസമുണ്ട് കാണാൻ. ഏതാ? ഫിൽറ്റർ ആണ്, ഫിൽറ്റർ. ഓക്കെ ഓക്കെ. എന്തുകൊണ്ട് തന്നെ നല്ല സ്വന്തമായിട്ട് പറഞ്ഞല്ലേ പറയണ്ട. എന്തുകൊണ്ട്? നല്ല സുഖം. ഭക്ഷണം കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ചു, നേരത്തെ കഴിച്ചു. അവിടെ കേട്ടോ ബിഗ് ഫാനാണ്. എന്റെ പേര് മറന്നുകൊണ്ട ബിഗ് ഫാനാണ്. റിയാസ് അല്ലേ? അതെ അതെ. ഇപ്പൊ ഇപ്പം എങ്ങനെ? എവിടെ ഇപ്പം? ഞാൻ വീട്ടിലാണ്. എവിടാ സ്ഥലം? എവിടാ? വടകര. വടകരയില്ല. ഓക്കെ ഓക്കെ. അല്ല, ജോലി സ്ഥലത്താണോ അതോ വീട്ടിലാണോ ചോദിച്ചത്? അല്ല, ഞാൻ ഡേ സ്കോളറാണ്. വീട്ടിൽ നിന്ന് പോയി വരാറാ, ഹോസ്റ്റലല്ല. ഡെയിലി. ഓക്കെ 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 ഓക്കെ. താങ്ക് യു. ശരി. ടേക്ക് കെയർ. മാളൂസ് ഞാൻ നോക്കട്ടെ ആഡ് ആവും. അനുരഞ്ജ്, ഷിബിൻ, താങ്ക് യു. ബരീർ സൈക്ലിംഗ് ആയിട്ടില്ല, ബിക്കോസ് ലോക്ക്ഡൌൺ അല്ലേ, പോലീസ് പൊക്കാൻ സാധിക്കും. ഇരുടാണല്ലോ. ഒന്ന് ലൈറ്റ് ഇടൂ. ഇടൂലേ? പോയോ? യെസ്, വടകരയാണ് വീട്. ഹലോ. ഇല്ല, കേൾക്കുന്നില്ല. ഹലോ 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 ഹലോ. കേൾക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു.
ഖദീജ, നിഹാര ഹായ്, ദീപ ഹായ്, ഹാരിയവി ഗേൾ, ഡിംബുനെ കണ്ടു ആഫ്റ്റർ ദീദി നോ. അൻഖാൻ വാലേക്കും സലാം, റിസ്വാൻ ഹായ്, സുജിത് ഹായ്, എസ് കെ ഹലോ. ആയ അഖിൽ കുറെ ഫ്ലവേഴ്സ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഹലോ ഹലോ, ആരും മിണ്ടൂല, വർക്ക് ഇങ്ങനെ പോവാം. ഉമർ ഖാൻ വാലേക്കും അസ്സലാം, ശ്രീലത ഹായ്, സജീഷ് എവിടെയാ? ഞാൻ വീട്ടിലാണ്. മുഹമ്മദ് ഹായ്, സാബിർ വാലേക്കും അസ്സലാം. ഹലോ, ഞാനീ കാലിക്കറ്റാണ്. ഞാൻ മലപ്പുറം ഡിസ്ട്രിക്ട് മറ്റേ കോഴിക്കോടിന്റെ സെന്ററിലാണ്, രാമനാട്ടുകര. ഓക്കെ രാമനാഥ്, എന്തൊക്കെയാണ് വിശേഷം? ഞാൻ കണ്ടിട്ടുണ്ട്. വിശേഷം സുഖമാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നമ്മുടെ കോഴിക്കോട് അവിടെ സ്റ്റേഡിയത്തിൽ ഒരു ഫൈറ്റിംഗ് മത്സരത്തിന് വന്നിരുന്നു അന്ന്. നമ്മുടെ ലാസ്റ്റ് മുഹത്തായിന്റെ അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ പരിചയപ്പെട്ടില്ല. പിന്നെ അവിടെ ജിമ്മിൽ ഞാൻ വന്നിട്ടുണ്ട്. അവിടെ ഒരു MMA പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് വടകരയില്. ലാസ്റ്റ് നടന്നില്ലായിരുന്നോ? ലാസ്റ്റ് നടന്നില്ലായിരുന്നു, അന്ന് കണ്ട്. അന്ന് നിങ്ങളില്ലായിരുന്നു അവിടെ. പിന്നെ എന്തൊക്കെ സുഖല്ലേ? വർക്കൗട്ട് അവിടെ പിന്നെ വടകര തന്നെ? വടകരയും ചെയ്യുന്നുണ്ട്, നാദാപുരവും ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ലൈവ് കണ്ടപ്പോ ജസ്റ്റ് എനിക്കറിയില്ല ഇങ്ങനെ ലൈവായിട്ട് സംസാരിക്കാൻ പറ്റുന്ന അറിയില്ലായിരുന്നു. അപ്പൊ ജസ്റ്റ് ട്രൈ ചെയ്തതാണ്. ഞാൻ ടീം വാരിയസിൽ വർക്ക് ചെയ്യണം, ശ്യാം സാറിന്റെ. ഞാൻ രഞ്ജിത്ത് സാർ കോണ്ടാക്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ, ഏതായാലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയ സന്തോഷം. ഓക്കെ ബൈ. കുറെ ആൾക്കാര് വെയിറ്റിംഗ് ഉണ്ട്. ഏതായാലും വരുമ്പോ അടുത്ത് മടി കൂടാതെ അടുത്ത് വന്ന് പരിചയിച്ച് സംസാരിക്കാലോ. അല്ല, ഞാൻ അന്ന് കണ്ടപ്പോ എനിക്ക് സത്യം പറയണമെങ്കിൽ മനസ്സിലായില്ല. പിന്നീടാണ് അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് കാര്യം. പിന്നെ ബിഗ് ബോസിൽ കണ്ടു. ഓക്കെ, അപ്പൊ ഏതായാലും തീർച്ചയായിട്ടും പിന്നെ കാണാം. ഓക്കെ ബൈ. ഓക്കെ ശരി, അസ്സലാമു അലൈക്കും. സനിക നക്ഷത്ര, യെസ്. ഇഷാമു കുത്തിപ്പെണ്ണേ, പുള്ളിക്ക് നാണം വന്നു. ഹബീബി ലവ് ഫ്രം ഹൈദരാബാദ്. ഓർക്കാട്ടേരി, യെസ്. ഹലോ സനിക, ഹലോ. ഷാനു റംഷി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, ലൈവ് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഷാനു റംഷി ഓപ്ഷൻ കാണുന്നില്ല. ഓ ഷുവർ, MS7. ആരും പണിങ്ങരുത്, ഞാൻ എന്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ. ഹലോ ഹായ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? സൗദിന്നോ? MS7 ശരിക്കുള്ള പേരെന്താ? ശരിക്കുള്ള പേരെന്താ? ഓ സാജിദ്. നാട്ടിലെവിടെ? നാട്ടില് പെരിന്തൽമണ്ണ, മലപ്പുറം. ഓക്കെ. വീട്ടിലാണ്. ബിഗ് ബോസ് ഒക്കെ ഉണ്ടായിരുന്നു. ബിഗ് ബോസ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും എന്താ പറയാ, എല്ലാവരും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ബിഗ് ബോസിലെ അനുഭവം. എല്ലാവരുടെ റിയൽ ക്യാരക്ടർ ഒക്കെ മനസ്സിലാക്കാൻ കഴിയില്ലേ? ക്യാരക്ടറിന്റെ അല്ല, ക്യാരക്ടർ മനസ്സിലാക്കാനൊന്നുമില്ല. കാരണം നമ്മളൊരു പുറത്തുള്ള സാഹചര്യത്തിലല്ലല്ലോ അവിടെ നമ്മൾ നിൽക്കുന്നത്. ഓൾറെഡി കുറെ മെന്റൽ സ്ട്രെസ്, പ്രഷർ, അവേ ഫ്രം ഫാമിലി, പിന്നെ പുറം ലോകമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല, അതിൻ്റെതായ ഒരു സ്ട്രെസ് ഉണ്ടാവും. അപ്പൊ അതിലുള്ള
ഫോണില്ലാത്ത ജീവിതം. എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു മൊബൈൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് പോകുന്ന സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു, ഞാൻ എങ്ങനെ ഫോണില്ലാണ്ട് സർവൈവ് ചെയ്യുന്നുള്ളത്. പക്ഷെ അവിടെ പോയപ്പോ നമുക്ക് സത്യം ഫോൺ കയ്യിലുണ്ടെങ്കിൽ തന്നെ ഫോൺ നോക്കാൻ സമയം ഉണ്ടാവില്ല, അത്രയും നമ്മൾ എൻഗേജ്ഡ് ആണ്. ടാസ്ക് അതെ, പണി ഉണ്ടാവും. അപ്പൊ ഫോണും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും നടക്കൂല. പിന്നെ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ലോക്ക്ഡൌൺ ഇളവ് വന്നിട്ടുണ്ട്, പക്ഷെ സ്റ്റിൽ ലോക്ക്ഡൌൺ ആണ്. ഇവിടെ പിന്നെ അങ്ങനൊന്നുമില്ല, അങ്ങ് ഫിനിഷ് കഴിഞ്ഞു. സൗദിയിൽ എവിടെയാണ്? സൗദി റിയാദ്. റിയാദില്. ഓക്കെ, കുറെ ഫ്രണ്ട്സ് ഉണ്ട് റിയാദില്. വേറെന്തെല്ലാം? സുഖം തന്നെ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, ഓക്കെ എന്നാ ശരി, താങ്ക്സ്. ഡിംബലെ വിളിക്കാറുണ്ടോ? ഇല്ല, കോണ്ടാക്ട് ഇല്ല, ഒരു കോണ്ടാക്ട് അറിയില്ല. എന്റെ നമ്പർ ഉണ്ടല്ലോ, ഞാൻ കുറെ വിളിച്ച് അതിന്റെ പേരിലാണല്ലോ ഞാൻ ഈ കാണുന്ന എല്ലാം സേവ് ചെയ്തത്. അത് റിയൽ ആണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് മ്യൂച്വൽ ആയിരിക്കണം. അപ്പൊ ഞാൻ എന്റെ ഭാഗം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവളുടെ ഭാഗത്തുനിന്ന് ഇൻഷാല്ലാ റെസ്പോൺസ് ഉണ്ടെങ്കിൽ ഐ വിൽ സീ. അത്ര തന്നെ. ഫൈനൽ എന്തായി? ഫൈനൽ ഒന്നും ആയിട്ടില്ല, കാരണം 6th ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ ചെയ്തല്ലോ, അപ്പൊ ഇനിയിപ്പോ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് അവര് ഒരു ദിവസം പറയും. അല്ല, അത് കണ്ടിന്യൂ ഉണ്ടോ അതോ വോട്ടിംഗ് മാത്രമേ ഉള്ളൂ? കഴിഞ്ഞു, ഇനിയിപ്പോ ഫിനാലെ. ഇപ്പൊ ഓൾറെഡി വോട്ട് ചെയ്ത് ഒരു വിന്നറെ അവര് തീരുമാനിച്ചിട്ടുണ്ടാവും. സോ ഫിനാലെ ആ ഒരു ദിവസം അനൗൺസ് ചെയ്യും വിന്നർ. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സാർ. സബ്സ്ക്രൈബ് സോഷ്യൽ ലൈവ്. ഇനി ആരെ ആഡ് ചെയ്യേണ്ടത്? അഫി. സബ്സ്ക്രൈബ് സോഷ്യൽ ലൈവ്. ഹലോ, അസ്സലാമു അലൈക്കും. ഹായ്. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? Amazing, Alta. Shahbaz, walaikum salam. Hello. അസ്സലാമലൈക്കും. ഞാൻ കോട്ടയത്തു നിന്നാണ് വിളിക്കുന്നത്. സുഖാണോ? അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല, സേഫ് ആണ്. അവിടുത്തെ വിശേഷം? സുഖം, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. കഴിച്ചു. പിന്നെ എന്തോ ഒന്നും ചോദിക്കാനില്ലേന്ന്? എന്തൊക്കെ ചോദിക്കണമെന്നുണ്ട്, ആടാക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. അത് ശരി. ശരി എന്നാ, ഗുഡ് നൈറ്റ്. ഓക്കെ. ഇതില് ഒരാള്
റിസാൻ റിച്ചു എനിക്കൊന്നും വേറെ പണിയില്ലേ പോടി. നിനക്ക് വേറെ പണിയില്ലാത്തോണ്ടാണല്ലോ എന്റെ ലൈവിൽ കയറിയത്. ഹലോ അസ്സലാമു അലൈക്കും. Subscribe social live. Subscribe social live. Subscribe social live. Then watch this video. Subscribe social live. Please subscribe.